ഗൈസ് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ ഫോണോ എൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ്. നമുക്ക് നേരെ ഫോണിലോട്ടോ. ആദ്യം നമ്മൾ നേരെ ഫ്ലിപ്കാർട്ട് എടുക്കുക. അയ്യോ സോറി ഫ്ലാഷ് ബാക്ക്. നമുക്ക് ഒരിക്കൽ കൂടി പോവാം. ഒന്നേന്ന് പറഞ്ഞതിൻ്റെ ന്യായം. ഓക്കെ, നമ്മൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നല്ല സെയിലൊക്കെ നടക്കുന്ന സമയമാണ്. നമുക്ക് അപ്പനേജിലേക്കൊക്കെ സ്നാപ്ഡ്രാഗണിൻ്റെ 24 ഒക്കെ കിട്ടും. ഇപ്പോൾ നമ്മൾ അതല്ല നോക്കാൻ പോകുന്നത്. ഓപ്പോയുടെ ഒരു ഫോണാണ്. സെർച്ചിങ് ഓപ്ഷനിൽ പോയിട്ട് ഓപ്പോ എന്ന് അടിക്കുക. നമുക്ക് തോന്നും മറ്റേതാണെന്ന്, ഓപ്പോ K30 ആണെന്ന്. പക്ഷേ അല്ല, ഓപ്പോ ഫൈൻഡ് X9 എന്ന് പറയുന്ന ഒരു AI ഫ്ലാഗ്ഷിപ്പ് ക്യാമറ ഫോണാണ്. 50 മെഗാ പിക്സലിൻ്റെ 3 ക്യാമറയാണ്. ബാക്കിയിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സലിൻ്റെയാണ്. 4K എന്ന് പറയുന്നത് 4Kയിൽ നമുക്ക് 120 FPS വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാം. ഡയമൻസിറ്റിയുടെ പ്രൊസസ്സർ ആയിരിക്കുന്ന 7025 mAh ബാറ്ററിയും 80 വാട്ട്സിൻ്റെ സൂപ്പർ വൂക്ക് ചാർജറും 50 വാട്ട്സിൻ്റെ എയർ വൂക്ക് ചാർജറും അഡാപ്റ്ററും ഇതിലുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇതും ColorOS 16 ആണ്. അത് നോക്കിക്കോ. ആൻഡ്രോയിഡും 16 ആണ്. പിന്നീട് നല്ല ColorOSൻ്റെ കുറച്ച് ഗുണങ്ങളൊക്കെ പറയുന്നുണ്ട്. കൊള്ളാം, നല്ല വോയിസാണ്. ശരി, നല്ല കൊള്ളാം. പിന്നീട് വരുന്നത് ഇതിൻ്റെ കളർ തന്നെയാണ്. കളർ ഒരു കിണ്ണം കളറാണ്. പിന്നീട് ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. HDR10+ ഡ്യുവൽ ബി വെർഷൻ, 3600 നെറ്റ് ബ്രൈറ്റ്നെസ്, 460 ppiയുടെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. പിക്സൽ ഡിസ്റ്റിനി എന്ന് പറഞ്ഞ ഡിസ്പ്ലേ ആണ്. പിന്നെ അതിൻ്റെ നല്ല കണ്ണൊക്കെ നല്ല കണിയായിട്ട് പ്രൊട്ടക്ഷനൊക്കെ ചെയ്യും. പിന്നീട് ഇതിൽ നമുക്ക് IP66ഉം 68ഉം 69 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. വെള്ളം നനഞ്ഞാലും ടച്ച് ആവും. പിന്നീട് ഇതിൻ്റെ നല്ല ഈ പരിപാടികൾക്ക് നല്ല ഗൂഗിൾ ജെമിനിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു കളർ ആൻഡ് ഫ്രണ്ട് ആൻഡ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് അല്ല വരുന്നത്, സൈഡിലാണ്. അതുകൊണ്ട് നമ്മൾ സൈഡിലാകുമ്പോഴത്തേക്കും ഓക്കെ, കുഴപ്പമില്ല. പിന്നീട് ഇതിൻ്റെ സ്പീക്കേഴ്സ് നല്ല അടിപൊളി സ്പീക്കേഴ്സാണ്. പിന്നീട് ഇതിന് 256 GB പ്ലസ് 12 GBക്ക് 75,000 രൂപയും 512 GB പ്ലസ് 16 GBക്ക് 850 രൂപയുമാണ് ഫ്ലിപ്കാർട്ട് തരുന്നത്. ഫ്ലിപ്കാർട്ടിൽ കയറി വാങ്ങുകയാണെങ്കിൽ ഇത്രയും വിലയുള്ളൂ. എന്നാൽ നിങ്ങൾ കടയിൽ പോയി വാങ്ങണമെങ്കിൽ 1,00,000 മുകളിൽ എന്തുവാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇന്ത്യ ബോക്സിൽ എന്തൊക്കെയോ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യ ബോക്സ് ഒരു വാറണ്ടി കാർഡൊക്കെ തരുന്നുണ്ട്. നല്ല USB കേബിൾ വരുന്നുണ്ട്. നല്ല അടിപൊളി കിണ്ണങ്കച്ചി ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല ആൻഡ്രോയിഡ് 16ൻ്റെ ഒരു പെർഫെക്റ്റ് ആൻഡ്രോയിഡ് 16ൻ്റെ ഒരു ഇതാണ് വരുന്നത്, ആൻഡ്രോയിഡ് വെർഷനാണ് വരുന്നത്. ഇമേജ് എഡിക്റ്റ് ഉണ്ട്. 120ൻ്റെ ഡിജിറ്റൽ സൂമിങ് ഇതിൽ വരുന്നുണ്ട്. 5G വേരിയൻ്റ് ഫോണ്, എല്ലാ കാര്യവും ഉണ്ട്. 2 കളറിലാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴായിട്ട് ഇറങ്ങിയ ഫോണായതുകൊണ്ട് മറ്റേ അമ്മമാരുടെ റിവ്യൂ ഒന്നുമില്ല, 3000 പേര് വാങ്ങിച്ചെന്നുള്ള മറ്റേ പേരുമില്ല. ഇതൊക്കെ ഉണ്ട്, വാങ്ങുക. ഓക്കെ, ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽസ് പറയും. വാങ്ങുക. OTG കേബിൾ സപ്പോർട്ടാണ്. നിങ്ങൾ ഇനി വേറെ വല്ല സാധനത്തിൽ കുത്തിയൊന്നും ചെയ്യേണ്ട. ഇതിൽ OTG കേബിൾ വാങ്ങിച്ചിട്ട് പെൻഡ്രൈവ് കുത്തി കയറ്റിയാൽ മതി. ശരി, ചെയ്താൽ മതി. നല്ലൊരു അടിപൊളി 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഫോണ്. ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സൽ. നല്ല കിണ്ണം ഫോണ്. പിന്നെ എന്തോന്നറിയാം, ഞാൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാം കൊള്ളാടി. ഞാൻ പറഞ്ഞില്ലേ, 4K 120 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നേരെ ചോദിക്കാൻ മതി, ഇതിൻ്റെ ക്ലാരിറ്റി എന്നൊക്കെ പറയുന്ന സാധനമേ UFS 3. എത്രയാണ് ഇതിലിരിക്കുന്നത് കറക്റ്റ് എനിക്കറിയില്ല. 3.5 എന്തോ
ആണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. 3.5 ആണ് എന്തോ, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ബട്ട് ഇതിൻ്റെ നല്ല IR ബ്ലാസ്റ്ററൊക്കെ വെച്ചിട്ടുള്ള നല്ല സ്ലിം സ്ലോട്ടൊക്കെ വന്നിട്ടുള്ള നല്ല സ്പീക്കേഴ്സൊക്കെ നല്ല കിണ്ണ സ്പീക്കേഴ്സാണ് ഇരിക്കുന്നത്. ഇവർ കാണിച്ചൊരു പരിപാടിയുള്ളൂ, ഇതിൽ ഹെഡ്ഫോൺ ജാക്കില്ല. അതൊരു പൂളത്തരമാണ്. പിന്നീട് സഹിക്കാം നമുക്ക്. പിന്നെ മറ്റേ ചാർജിങ്ങിൻ്റെ സ്ഥാനത്ത് കുത്തി ചെയ്യേണ്ട ചാർജിങ്ങിൻ്റെ സ്ഥാനത്ത് കുത്തി ചെയ്യേണ്ട സാധനമൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എങ്കിലും ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, ഇത് നിങ്ങൾക്ക് ഒരു ഓഫറും ഇല്ലാതെ. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷനായിരിക്കും. നിങ്ങൾക്ക് ഒരു ഓഫറും ഇല്ലാതെയാണ് 75,000 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ഓഫറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് 70,000 രൂപയ്ക്കും താഴെ ഈ ഫോൺ കിട്ടുമായിരുന്നെന്നേ ഞാൻ പറയൂ. അപ്പോൾ ഫ്ലിപ്കാർട്ട് ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് ഓപ്പൺ ബോക്സ് ഡെലിവറിയിലൊക്കെ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടും. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫോൺ വാങ്ങാൻ പോകുന്ന ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അതുപോലെ ഈ ചാനലിൽ ഇതേപോലെ ഫോൺസിൻ്റെ വീഡിയോസിനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ പോയി വാങ്ങുക കേട്ടോ. അപ്പോൾ ബൈ.